ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ, പ്രചാരകൻ എന്ന് വേണം മലയാളത്തിൽ പറയാം. അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാട് മാത്രമല്ല, ലോകം മുഴുവൻ പലതരം മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ എനിക്കറിയാൻ കഴിഞ്ഞത് എറണാകുളം നഗരത്തിലാണ് കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിൽക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ ഒരു ചീത്തപ്പേരാണ്. ഈ മയക്കുമരുന്നുകളിൽ നിന്നും മദ്യത്തിൽ നിന്നും മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും കുട്ടികളെ പെട്ടെന്ന് പ്രലോഭിപ്പിക്കപ്പെടാവുന്നത്, പെട്ടെന്ന് നല്ലതിലേക്കും ചീത്തയിലേക്കും ആകർഷിക്കപ്പെടാവുന്ന പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഈ മയക്കുമരുന്ന് ലോബി നോട്ടം ചെറുപ്പത്തിലെ ശീലിപ്പിച്ചു വിട്ടാൽ പിന്നെ അത് വലുതാവുമ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദയവേത് കുട്ടികൾ ഇത്തരം പ്രവണതകൾ കാണുമ്പോൾ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അധ്യാപകർ, മുതിർന്നവർ അത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഒരു കാലത്ത് കുട്ടികളായിരുന്നു. നമുക്കെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുട്ടികളുമായി ബന്ധമുണ്ട്. നമുക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, അനിയന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, അനന്തരവന്മാരുണ്ട്, അനന്തരവന്മാരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുമായി ഓരോ മനുഷ്യനും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ പ്രവൃത്തികളും അവരുടെയൊക്കെ പെരുമാറ്റങ്ങളും ശ്രദ്ധിച്ചാൽ ഇവർ മയക്കുമരുന്നുകളിൽ അടിമപ്പെട്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ ആകർഷ്ടരാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് കുട്ടികളോട് പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത്, നല്ലതല്ലാത്ത ഒരു പ്രലോഭനങ്ങൾക്കും നമ്മൾ അടിമപ്പെടരുത്. വിദ്യാർത്ഥി എന്ന നിലയിൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയിൽ പങ്കാളിയാകുന്നതിന് ഞാൻ സന്നദ്ധനാണ്. ഞാൻ അത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എന്ന്, അവയുടെ ലഭ്യത സ്കൂളുകളിലും പരിസരത്തും തടയുന്നതിനുള്ള നിയമപരമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് ഞാൻ സന്നദ്ധനാണ്. സ്കൂൾ പരിസരം സുരക്ഷിതമാക്കുന്നതും സഹപാഠികൾക്ക് മെച്ചപ്പെട്ട ശ്രദ്ധയും പരിചരണവും നൽകുന്നതിനും വിദ്യാലയ പരിസരത്തും പൊതുസ്ഥലത്തും ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുട്ടികളെ മാനസികമായും ശാരീരികമായും ശാരീരികവും മാനസികവുമായ ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാണ്. ഈ മുദ്രാവാക്യം അഭിമാനത്തിൻ്റെതല്ല, മറിച്ച് അതിജീവനത്തിലുള്ള ഒരു തലമുറയുടെ മറുപടിയാണ്. ഇത്തിരി വൃത്തിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഒരു ഭരണകൂടം തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്ന കാഴ്ച. ഉറക്കം വിട്ട് ഇനിയെങ്കിലും കർമ്മപഥത്തിലിറങ്ങും. നമ്മുടെ കലാലയാന്തരീക്ഷം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും മാതൃകാസ്ഥാനങ്ങളാവണം. വിനയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശക്തി കേന്ദ്രങ്ങളാവണം. ശ്രേഷ്ഠമായ ഈ ദൗത്യത്തിൽ നാം ഒറ്റയ്ക്കല്ല. 10,000ങ്ങളുടെ പിന്തുണയുണ്ട്, അമ്മമാരുടെ പ്രാർത്ഥനയുണ്ട്. ഇനി മലയാളത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീ മമ്മൂട്ടിയുടെ നേതൃത്വവുമുണ്ട്.